അങ്ങനെ മണിച്ചിത്രത്താഴ് നിറഞ്ഞു നിൽക്കുന്ന സമയം, ആ സമയത്ത് എൻ്റെ ചേച്ചിമാർ കട്ടപ്പനയിൽ പഠിക്കുകയാണ്. കട്ടപ്പന സാഗര തിയേറ്ററിലാണ് സിനിമ വന്നിരിക്കുന്നത്. അന്ന് സാഗര തിയേറ്ററിൽ നമുക്ക് അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ, നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും ചേച്ചിമാർ ഒരു ദിവസം പറഞ്ഞു, എന്താ പാടാ സിനിമ കാണാൻ പോകാം. അങ്ങനെ സിനിമ കാണാനായിട്ട് പോകുന്നു. അന്നേരം അതിൻ്റെ 7ാമത്തെ ആഴ്ചയാണ് സിനിമ തിയേറ്ററിൽ ഓടുന്നത്. ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ട്. അത് മോർണിംഗ് ഷോയ്ക്കാണ് ചെല്ലുന്നത്. 11 മണിക്ക് 12 മണിക്കാണ് ഷോ. അങ്ങനെ ഷോയ്ക്ക് ചെല്ലുന്നു, നല്ല തിരക്ക്. പിള്ളേരിങ്ങനെ ക്യൂ നിൽക്കുന്നു. കോളേജ് പിള്ളേരുണ്ട്, ഫാമിലിയുണ്ട്. അങ്ങനെ വലിയൊരു നിരയുണ്ട്. അതിനിടയിൽ ടിക്കറ്റ് എടുത്ത് നേരെ ബാൽക്കണിയിൽ കയറിയിരിക്കുന്നു. അങ്ങനെ തിയേറ്ററിനുള്ളിലെ വെളിച്ചമടഞ്ഞു. മുഴുവൻ ഇരുട്ട്, നിശബ്ദമായ അന്തരീക്ഷം. സ്ക്രീനിൽ പതിയെ ചിത്രം തുടങ്ങി. ആദ്യം തന്നെ തിയേറ്ററിലേക്ക് ഹർഷാരവും പൊട്ടിച്ചിരികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഇന്നച്ചൻ ചേട്ടൻ്റെ എൻട്രി. രാജപ്പോ എന്ന് വിളിച്ചിട്ട് ആ കോവിലകത്തോടെ ഉള്ള നടപ്പം. ഓരോ ഡയലോഗ് പറഞ്ഞ് അവിടെ മുൻപിൽ കഥാപാത്രങ്ങളുണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ച് അദ്ദേഹം ഡോറ് തുറന്ന് ആരോടോ സംസാരിച്ച് പോകുന്ന സാധനം. ഇടയ്ക്ക് രാജപ്പോ, പിന്നെ കസേര തനിയെ ആട്ടി വിടുന്നു. തിരിച്ചു വരുമ്പോൾ ആ കസേര ആടുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം. അദ്ദേഹത്തിന് നടത്തം ഓരോ ഘട്ടങ്ങളിലും ഓരോ മുറിയിലൂടെ കടന്നു പോകുന്നു, ഓരോരുത്തരെ അന്വേഷിക്കുന്നു. അതിൻ്റെ പുറകെ ക്യാമറ സഞ്ചരിക്കുന്നു. അടടടടാ, നമ്മൾ തന്നെ അന്ന് ഇങ്ങനെ ആ കോവിലകത്തിനകത്ത് ഇന്നച്ചൻ ചേട്ടൻ്റെ ഒപ്പം അങ്ങനെ പോയി. അവസാനം അദ്ദേഹത്തിലേക്ക് ഭയം എത്തുന്നു. അവിടെ ആരുമില്ല, താനിവിടെ ഒറ്റപ്പെടുന്നു. അന്നേരമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ചിന്ത വരുന്നത്. അവിടെ നിന്ന് സിനിമ അങ്ങോട്ട് ചൂട് പിടിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തിയേറ്ററിലുള്ള ഹർഷാരവും പൊട്ടിച്ചിരി, ഇന്നച്ചൻ ചേട്ടൻ്റെ തകർപ്പും, പിന്നെ അവിടെ അദ്ദേഹം വന്നിട്ട് താക്കോലെടുക്കാതെ അരുണോദയത്തിൽ സംഗതി മൊത്തം ജഗമക. അങ്ങനെ ഭയങ്കരമായിട്ട് തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്ത സിനിമ. നാഗവല്ലിക്കൊപ്പം, സണ്ണിക്കൊപ്പം, ഈ നകുലനൊപ്പം ഞങ്ങൾ സഞ്ചരിച്ച സിനിമ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് അക്കാലത്ത് നമുക്ക് തിയേറ്ററിനുള്ളിൽ തന്ന സിനിമയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് സാഗര തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്. അത്രയും നല്ലൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്. അന്ന് ഞങ്ങളുടെ മുൻപിലെ വലിയ സംഭവമാണ്, മൾട്ടിപ്ലക്സ് ആണ് സാഗര തിയേറ്റർ. ആ സാഗര തിയേറ്ററിൽ ഞങ്ങളന്ന് സിനിമ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു സന്തോഷം, അതൊക്കെയാണ് ശരിക്കും മണിച്ചിത്രത്താഴ് ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെയൊക്കെ ഏറെ സ്വീകാര്യത അക്കാലയളവിലൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കിട്ടിയ ഒരു സിനിമയാണ്. പിന്നീട് ഫാസിലിൻ്റെ സിനിമ, ഫാസിൽ സിനിമകളോട് എല്ലാം എനിക്ക് തോന്നുന്നു അക്കാലത്ത് സിദ്ദിഖ് ലാൽ സിനിമ, ഫാസിൽ സിനിമ എന്നൊക്കെ പറയുന്ന ഒരു ഗ്യാരണ്ടി ഒരു സിനിമയാണ്. പ്രേക്ഷകർക്കെല്ലാം സംതൃപ്തി നൽകുന്ന സിനിമകളാണ്. അത്തരത്തിലെത്തുന്ന ഒരു സിനിമ എന്ന നിലയിൽ ഏറെ ജനശ്രദ്ധ നേടിയ ഒരു സിനിമയാണ്. പിന്നീട് നല്ല പോസ്റ്ററുകൾ, നല്ല പരസ്യങ്ങൾ, ഈ ഡയലോഗ് തന്നെ ഇത് എപ്പോഴും റേഡിയോയിൽ കേൾക്കാം. എൻ്റെ നകുലിന് വേണ്ടി, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, ആ സാധനമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയ്ക്ക് ഈ സോങ് ഇങ്ങനെ ഇടയ്ക്ക് റേഡിയോ ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം. വരുവാനില്ലാരുമിൻ വിജനമീ വഴിക്കറിയാമെനിങ്ങാന്, ആ സാധനം. പിന്നെ മറ്റേ അടുത്ത സോങ് പഴന്തമിൽ പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. അത് അടുത്ത് പിന്നെ ഒരെണ്ണോടുണ്ട്. ഈ 3 പാട്ടുകൾ വന്നത്തെ ഭയങ്കര ഹിറ്റാണ്. നമ്മുടെ ഒരു മുறை വന്ന് പാറായ ഈ സാധനം എന്നോട് വെച്ചിട്ട് ഒരാളൊക്കെ റേഡിയോയിൽ എല്ലാ ദിവസവും കേൾക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ജഗപക. അത് അങ്ങനെ വെറും പരസ്യം മാത്രമല്ല, സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാവരും സാറ്റിസ്ഫൈഡ്, 100% സാറ്റിസ്ഫൈഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയവർക്കൊക്കെ ഭയങ്കര സുഖമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് വീണ്ടും അത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെ നൽകുന്ന സാധനമാണ്. എന്തായാലും മണിച്ചിത്രത്താഴ് ആ കാലയളവിൽ കാണുമ്പോൾ സണ്ണിയുടെ ഒരു വരവുണ്ട്. സണ്ണി ആ പ്ലെയിനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ തലക്കെട്ടൊക്കെ കെട്ടി അങ്ങനെ വരുന്നു. പിന്നീട് സണ്ണി ഇൻ്റർവൽ പഞ്ചിലാണ് എത്തുന്നത്. അയ്യോ, അതൊരു ഭയങ്കര സാധനമാണ് ഇൻ്റർവൽ പഞ്ച്. സണ്ണിയുടെ ആ വരവ് നമ്മളിങ്ങനെ സണ്ണിയെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. കാരണം നമുക്ക് ആവശ്യം ലാലേട്ടനെയാണ്, സണ്ണീനെയാണ്. അങ്ങനെ സണ്ണിയെ നോക്കിയിരിക്കുമ്പോൾ സണ്ണി വരുന്നതേ ഇല്ല. അവസാനം ഇൻ്റർവൽ പഞ്ചിലേക്ക് സണ്ണി വരുന്നു. അവിടുന്ന് അങ്ങോട്ട് സണ്ണി നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സംഗതി കൊഴുപ്പ്. എന്തായാലും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു സസ്പെൻസ് ഹൊറർ ത്രില്ലർ തന്നെയാണ് മണിച്ചിത്രത്താഴ്. എല്ലാം കൊണ്ടും ഒന്നും നമുക്കതിനകത്ത് കളയാനില്ല. ആ സിനിമ എത്ര തവണ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും എനിക്കിഷ്ടമാണ് ആ സിനിമ. ഇപ്പോഴും ഞാൻ കുത്തിയിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്.